നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ FIR വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. FIRൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് FIRൽ പറയുന്നു. കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും FIRലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നു. അനു, FIRലുള്ളത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് മാനഭംഗ ശ്രമം അടക്കം ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറുകയല്ലേ അനു? തീർച്ചയായും സെതു, വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ പറയുന്ന FIRൽ ഉള്ളത്. നമുക്ക് ഈ FIRന്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള കൃഷ്ണകുമാർ പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു, പരാതിക്കാരിയോട് മര്യാദാ ലംഘനം നടത്തിയും കൂടുതൽ പണം നൽകിയില്ല എങ്കിൽ ആവലാതിക്കാരിയെ മാനഭംഗപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നതടക്കം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ ഈ FIRൽ ചുമത്തിയിട്ടുള്ളത്. കൃഷ്ണകുമാർ മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു, മകൾ ദിയ, അതുകൂടാതെ തന്നെ സന്തോഷ്, ജയരാജൻ എന്നീ 6 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. ഈ FIR ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു വനിതയുടെ പരാതി ആയതിനാലാണ് ഇത്തരം പരാതികൾ FIR സാധാരണ സിറ്റിസന്റെ ഈ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ FIRന്റെ വിവരങ്ങൾ FIR തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ FIRൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നു. പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു മാനഭംഗം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ എന്നതിനൊക്കെ കേസെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ BNS സംവിധാന നിയമപ്രകാരം ഈ 7 വർഷത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു പരാതി ഒരു സ്ത്രീ സ്റ്റേഷനിലെത്തി മൊഴിയായി നൽകിക്കഴിഞ്ഞാൽ അതിൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യണം. പ്രാഥമിക അന്വേഷണം നടത്താൻ പോലും SHOയ്ക്ക് അധികാരമില്ല. ഈ അങ്ങനെ ഒരു മൊഴി നിൽക്കിയാൽ ആ മൊഴിയിൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ന്യായ സംഹിത പറയുന്നത്. അതുകൊണ്ടാണ് ഈ കേസിൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തത്. അത് മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഈ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി അവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇനി പോലീസ് പറയുന്നത് ഈ 2 പരാതികളും വളരെ വ്യക്തമായി അന്വേഷിക്കും. ഇതിൽ ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ ആയിരിക്കും കോടതിയിൽ കുറ്റപത്രം നൽകുക. മറ്റേ പരാതി അത് റെഫർ ചെയ്ത് വിടും. അതായത് ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചെങ്കിലും വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കി വിടുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ 69 ലക്ഷം രൂപ മോഷ്ടിക്കണമെങ്കിൽ കുറഞ്ഞത് മാസം 7 ലക്ഷം രൂപയുടെ ഇടപാട് ആ സ്ഥാപനത്തിൽ നടക്കണം. അത്രമാത്രം ഇടപാട് ആ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ടോ, അത്രയും ഈ പറയുന്ന പ്രോഡക്റ്റുകൾ അവിടെ ഇറക്കിയിട്ടുണ്ടോ എന്നതടക്കം വളരെ സമഗ്രമായ അന്വേഷണത്തിനാണ് പോലീസ് നീങ്ങുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് വന്ന പണമിടപാടുകൾ ഒക്കെ ഈ പോലീസ് പരിശോധിക്കും. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണത്തിലാണ് പോലീസ് നീങ്ങുന്നത്. FIRൽ കൃഷ്ണകുമാറിനെതിരെ മാനഭംഗ താൻ പണം തന്നില്ലെങ്കിൽ മാനഭംഗം ചെയ്യും എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ പരാമർശങ്ങളാണ് FIRലുള്ളത്. സേതു. ഓക്കെ അനു.